നമ്മളുടെ മുടിയുമായി ബന്ധപ്പെട്ടുള്ളൊരു സാധനമാണ്. മുടിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ആദ്യം ആ ഡാൻസ് ഒന്ന് കണ്ടേക്കാം. മുടിയാട്ടം, അറബിക് മുടിയാട്ടം. ഇത് നമ്മളുടെ ട്രംപ് യു എയിലേക്ക് വന്നപ്പോൾ ട്രംപിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പ്രകടനമാണ്. അതൊരു അറേബ്യൻ കൾച്ചറിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. ഈ മുടിയിട്ട് ആട്ടിയുള്ള ആ ഒരു പ്രകടനം നിങ്ങൾ കണ്ടു. എന്തുതന്നെയായാലും ഇത് വലിയ തോതിൽ ചർച്ചയായിരിക്കുകയാണ്. മുടി കണ്ടാൽ എല്ലാം പോകുമെന്ന് ചിന്തിക്കുന്ന കുറേ മുടിയന്മാരുണ്ട്. അവർ ഇത് വലിയ പ്രശ്നമായിട്ട് എടുത്തിരിക്കുകയാണ്. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. നമുക്ക് നമ്മുടെ സ്വന്തം ഒരു അംജദ് താഹയുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് ശ്രവിക്കാം. ഒരു മുസ്ലിം രാജ്യം ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റിനെ സ്വീകരിച്ചത് യുവതികളായ പെണ്ണുങ്ങൾ മുടി അഴിച്ചിട്ട് നിന്നുകൊണ്ട് സ്വീകരിച്ചു. മുടി ആട്ടി ഡാൻസ് ചെയ്തു, എന്നിട്ട് സ്വീകരിച്ചു. എന്തൊക്കെയാണ് നടക്കുന്നേ? രണ്ടു ഓലക്കിലോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഇത് ലോകത്തെ കോടിക്കണക്കായ മുസ്ലിമീങ്ങളും അല്ലാത്തവരും കണ്ടു. ഒരു പണ്ഡിതൻ അതിനെതിരെ പ്രതികരിച്ചു. പാവം, ഈ മുടി അയച്ചിട്ട് ഇങ്ങനെ നൃത്തം ചവിട്ടുന്നത് ലോകത്തെ കോടാനക്കോടി മനുഷ്യർ കണ്ടു. ഒരു മുസ്ലിം രാജ്യത്തേക്ക് ഒരു അമുസ്ലിം ഭരണാധികാരിയെ സ്വീകരിക്കുമ്പോൾ ആ മുസ്ലിം ഭരണാധികാരിയെ സ്വീകരിക്കാനുള്ള ഔപചാരികതയായി ഉപചാരപൂർവമായിട്ട് അവർ ചെയ്ത സംഗതി എന്താണ്? അവരുടെ ബാക്ക് സീറ്റുകൾ, അവരുടെ നിതംബങ്ങൾ ഈ പ്രസിഡന്റിന്, അമേരിക്കൻ പ്രസിഡന്റിന് നേരെ അവരുടെ ബാക്ക് സീറ്റുകൾ തിരിച്ചിട്ട് അവർ മുടി അഴിച്ചിട്ട് നൃത്തം ചവിട്ടിയാണ് ട്രംപിനെ സ്വീകരിച്ചത്. ഈ ചാക്കുട്ടിയോട് തട്ടിപ്പ് പരിപാടിയൊന്നും വേണ്ട. ചാക്കുട്ടി അറിഞ്ഞാൽ തൊട്ടിയാണ് തൊട്ടി. ഇത് കോടിക്കണക്കായ മനുഷ്യർ കണ്ടു. ഒരു മുസ്ലിം പണ്ഡിതൻ ലോകത്തെവിടെയെങ്കിലും പ്രതികരിച്ച റിപ്പോർട്ട് ഇല്ല. ഇതാണ് ലോകം. കൂടുതൽ വർത്തമാനം വരേണ്ട ആവശ്യമില്ല. ഇതാണ് ലോകം. സ്വകാര്യം. ശരി തെറ്റി എന്നതിന് ഇന്നൊരു വിലയില്ല. പണത്തിന് വില. എന്തൊക്കെ പറയണേ? പണമുള്ളവന് തെറ്റ് ചെയ്താലും ശരിയാണ്, പണമില്ലാത്തവൻ ശരി ചെയ്താലും തെറ്റാണ്. അല്ല, ഇതാരാ? വാര്യമ്പള്ളിയിലെ മീനാക്ഷി അല്ലയോ? ഒന്നുകൂടി പറയുമ്പോൾ താലേക്ക് ഇത് കേറിയോ? അമേരിക്കൻ പ്രസിഡന്റിനെ ഈ കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഒരു മുസ്ലിം രാജ്യം സ്വീകരിച്ചത്. പണമുള്ളവൻ തെറ്റ് ചെയ്താലും ശരിയാണ്, പണമില്ലാത്തവൻ ശരി ചെയ്താലും തെറ്റാണ്. വളരെ വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇത്. നമ്മളുടെ ഈ ബിരിയാണി എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ നമ്മൾ അതിൻ്റെ നിരൂപണത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഇസ്ലാമിലെ നിയമം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണ്? അത് ഇസ്ലാമിലെ പണക്കാരെ അല്ല ബാധിക്കുക. പണക്കാരെപ്പോഴും അതിനകത്തൊരു ഇൻസുലേറ്റഡ് ആണ്, അവരെ അത് ബാധിക്കില്ല. പക്ഷേ ആ നിയമം അത് മുസ്ലിം സമുദായത്തിലെ പണമില്ലാത്ത, ഫൈനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള മുസ്ലിങ്ങളെ ആദ്യം ബാധിക്കും. അതിൽ തന്നെ സ്ത്രീകളെ ബാധിക്കും, അതിൽ തന്നെ കുട്ടികളെ ബാധിക്കും, പെൺകുട്ടികളെ പ്രത്യേകിച്ചും. ഇതാണ് നമ്മളന്ന് പറഞ്ഞു വെച്ചത്. ഇപ്പോൾ ഈ ചേലാകർമ്മം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഈ സ്ത്രീ ചേലാകർമ്മം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അത് പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത? ഒരു അഫ്ലുവൻ്റ് ആയിട്ടുള്ളൊരു മുസ്ലിം ഫാമിലിയിൽ അത് എളുപ്പമല്ല. പക്ഷേ ഒരു പാവം പിടിച്ച ഒരു മുസ്ലിം ഫാമിലിയിലാണെങ്കിൽ അവിടുത്തെ പെണ്ണിനെ ചിലപ്പോൾ ഇത് ചെയ്തിരിക്കും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ആ സിനിമയിലും അത് തന്നെയാണ് അവിടെ ചെയ്തു വെക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സിനിമയിൽ കാണിച്ചു എന്നുള്ളതല്ല, ഇത് ഈ സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് ഇത്തരം സമുദായങ്ങളിലാണ് ഇത് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാക്കാമാരെന്താ പറയും, എൻ്റെ വീട്ടിലെ ഉമ്മ ഇത് ചെയ്തിട്ടില്ല, എൻ്റെ ഉമ്മമ്മ അത് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും. അതിന് നിങ്ങളുടെ ഉമ്മമ്മ ചെയ്തതോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ വിഷയം. നിങ്ങളുടെ ഉമ്മമ്മ ചെയ്യാത്തതുകൊണ്ടൊരു സാധനം ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയണം എങ്ങനെയാണെന്ന് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല. അതേസമയം സൗദി അറേബ്യയിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പറഞ്ഞാൽ പറയും സൗദി അറേബ്യയാണോ ഇസ്ലാം എന്ന് നമ്മളോട് ചോദിക്കും. ഇതേ ആൾക്കാർ തന്നെ കേട്ടോ. ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇസ്ലാമിലൊരു കാര്യം അത് തീരുമാനിക്കുന്നത് കിതാബാണ്. അത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ഉമ്മാൻ്റെയും കഥയൊന്നും എടുത്തുകൊണ്ട് വരണ്ട എന്നാണ് നമ്മൾ പറയാറുള്ളത്. അത് തന്നെയാണ് സൗദി അറേബ്യയുടെ കഥ പറയണ്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കും ബാധകമാണെന്നാണ് ഈ പറഞ്ഞത്. ഒരു മര്യാദ വേണ്ടേ? ഏതായാലും ഇദ്ദേഹം പറഞ്ഞ പോയിന്റ് ഒന്ന് അരക്കിട്ട് ഉറപ്പിച്ചു എന്ന് മാത്രം. ബാക്കി യുവതികളായ പെണ്ണുങ്ങൾ ബാക്ക് സീറ്റ് അയാൾക്ക് കാണിച്ചു കൊടുത്ത ആ ബാക്ക് സീറ്റ് അടക്കം തുള്ളിയിട്ട് തല മുടി അഴിച്ചിട്ട് പെണ്ണുങ്ങൾ അങ്ങനെ സ്വീകരിച്ചു. അതിനെതിരെ ഒരു സ്വകാര്യം പറയണേ ഇതിന് മൈക്ക് വെച്ചിരിക്കണം. എല്ലാ നാടുകളിലെയും പള്ളി മദ്രസ നടത്താനുള്ള പിരിവ് അവിടെ നിന്നാണ് കിട്ടുന്നത്. പിന്നെ എങ്ങനെ എതിർക്കുക? അതാണ് ഒരു പോയിന്റ്. എൻ്റെ പരിയിൽ
മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള പണം വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള പള്ളികൾ പലതും ഇവിടെ പണിത് പൊങ്ങിയത് ഒരു കാലത്ത്. ഇപ്പോഴും ചില പള്ളികളൊക്കെ അങ്ങനെ ഉണ്ട്. പക്ഷേ ഇറാനിൽ നിന്നുള്ള ഫണ്ട് പണ്ടുണ്ടായിരുന്നു, അത് നിന്നു അവരുടെ മൂഡ് ഇളകിയപ്പോൾ. പിന്നെ സൗദി അറേബ്യ ആയിരുന്നു, അവരും വലിയ തോതിൽ അത് കൺട്രോൾ ചെയ്തു. മിഡിൽ ഈസ്റ്റിൽ പിന്നെ ഉള്ളത് നമ്മളുടെ ഖത്തറാണ്. ഖത്തർ ഇപ്പോഴും അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളൊരു മണ്ടനായി പോയല്ലോ. UAEയും ഒരു പരിധി വരെയൊക്കെ കുറച്ചു എന്നൊക്കെയാണ് അറിയുന്നത്. പക്ഷേ എത്രത്തോളം കുറഞ്ഞു എന്നുള്ളതൊക്കെ കണ്ടറിയണം. എന്തായാലും മാറ്റം വരുന്നുണ്ട്. ഈ ടെററിസത്തെ ഫൈറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇന്ന് ലോകത്തെ ഏതെങ്കിലും രാജ്യം മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ക്രിയാത്മകമായിട്ടുള്ള സ്റ്റെപ്സ് എടുത്തുകൊണ്ട് ഒരു പ്രൊആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത് UAE ആണ്. അതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഭാവിയിൽ ഇസ്ലാമിക് ടെററിനെ പേടിക്കാതെ ഭയക്കാതെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സ്ഥലം യൂറോപ്പോ അമേരിക്കയോ ഒന്നും ആയിരിക്കില്ല. 1 ഇന്ത്യ ഉണ്ടാവും, 2 ഇസ്രായേൽ ഉണ്ടാവും, 3 ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലെ സൗദി അറേബ്യയും UAEയും തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുക. അതിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക UAE തന്നെയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയും ഇസ്രായേലൊക്കെ വരുന്നങ്ങടിയാണ് എനിക്ക് പറയാനുള്ളത്. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. ബാക്കി എന്തോ ഒരു അമ്മായി മസൽക്കാരുണ്ടായപ്പോൾ എൻ്റെ താത്താക്കൊന്ന് മുടി വെച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ട് മുടി വെച്ചിട്ടാൽ വീഡിയോ പോലും പിടിച്ചില്ല. അങ്ങനെ കേട്ടാൽ പിറ്റേത്തെ ആഴ്ച മൂല്യരെ വയറതിനെ പറ്റിയാവും. ഈ നാട്ടിൽ ഇങ്ങനെ കിടന്നു എന്ന് കേൾക്കുന്നുണ്ട്, അവരെ പുറത്താക്കിയിരിക്കുന്നു. എന്തുകൊണ്ട്? അന്നെ പുറത്താക്കിയ മൂല്യർക്ക് നഷ്ടമല്ല, കമ്മിറ്റിക്ക് നഷ്ടമല്ല. അത് ശരിയാ. കൊണ്ടോട്ടി നിർച്ചാൻ നടന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. അതിനെതിരെയാണ് കഴിഞ്ഞ ആഴ്ച ആ ഏരിയയിലെ മുഴുവൻ മൂല്യമാരും വയറുള്ളത്. ഞാൻ ചോദിക്കണം, അതൊക്കെ ചെറിയ കാര്യമല്ലേ? ഇതോ കൊണ്ടോട്ടി നേർച്ചയിലെ ചന്തി കുലുക്കി പെണ്ണുങ്ങൾ മുടി അയച്ചിട്ട് നൃത്തം ചവിട്ടിയിട്ടില്ലല്ലോ. എന്തുമാത്രം പോയിന്റുകളായി വീട്ടിൽ. അന്ന് കള്ളു കുടിച്ചിരുന്നു. കള്ള് എല്ലാ ദിവസവും കുടിക്കുന്നു, അന്നും കുടിച്ചിട്ടുണ്ടാവും. അന്ന് ഒരു പുറത്ത് കുടിച്ചു, പിറ്റേ തലേന്നൊരു അകത്ത് കുടിച്ചു. വ്യത്യാസം. അല്ലാതെ കള്ള് കുടിക്കാത്ത ഒരാൾ കൊണ്ടോട്ടി നേർച്ചയ്ക്ക് വേണ്ടി കള്ളു കുടിക്കുന്ന എനിക്കൊന്നുമില്ല. അതൊരു പോയിന്റാ. മനസ്സിലാണ്ട് പറഞ്ഞത്? മനസ്സിലായി. ഇതിനവർക്ക് നഷ്ടമല്ല. മാത്രമല്ല, നമ്മൾ തിന്മയെ എതിർക്കുന്നവരാണെന്ന് പറഞ്ഞ് നമ്മളെ മൂല്യർക്കും കമ്മിറ്റിക്കും പിടിച്ചുക്കും ചെയ്യാം. അവർക്ക് നഷ്ടമല്ല. കൊണ്ടോട്ടി നേർച്ചയെ വിമർശിക്കുന്നതോടുകൂടെ നമ്മൾ വിമർശകന്മാരും മഹാന്മാരുമാണെന്ന് മൂല്യന്മാർക്കുമായി കമ്മിറ്റിക്കാർക്കുമായി. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ല. അല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. അത് 2013 നടന്നിട്ട് ഇപ്പൊ നടക്കുന്നത് 2025. അതിനിടയിൽ 12 കൊല്ലം കിട്ടി. അതിനിടയിൽ കൊണ്ടോട്ടി നേർച്ച നടക്കാത്തില്ല വേദനയിലിരുന്നു മൂല്യന്മാര്. കൊണ്ടോട്ടി നേർച്ചയും കിട്ടി, വിമർശനം കിട്ടി. അതേ സമയത്താണ് അപ്പുറത്ത് എന്ത് നടക്കുന്നത്? അമേരിക്കൻ പ്രസിഡന്റിനെ മുടി അയച്ചിട്ട് ചന്തി കുലുക്കി ഡാൻസ് ചെയ്ത് പെണ്ണുങ്ങൾ സ്വീകരിക്കുന്നത്. മുണ്ടാട്ടില്ല. ഒരു മൂല്യർക്കും മുല്ലക്കും തങ്ങൾക്കും ഔലിയക്കും മുണ്ടാടുന്നതിനല്ല. എന്ത് ഇതിനാണടാ നിഫാഖെന്ന് മുത്തനബി പറയാം. ഇത് നിഫാഖാണ്, ഇത് നിഫാഖാണ്. ആ കഴുത്ത കോണം കിട്ടാൻ എന്നെ ഇംഗ്ലീഷ് പറഞ്ഞേ. അതറിയാമായിരുന്നേ നിങ്ങളെ കൊണ്ട് വളമുണ്ടാക്കാൻ നടക്കുകയില്ലായിരുന്നല്ലോ. വല്ല കോളേജിൽ പഠിപ്പിക്കാൻ പോകത്തില്ലായിരുന്നു. എനിക്കറിയാം, എനിക്ക് ഈ ഭയന്ന ശേഷം ആ നാട്ടിൽ പോകാൻ പറ്റൂല, പോണില്ല. ഞാനിനി അങ്ങോട്ടില്ല. ഈ ലോകത്തെ ഏറ്റവും നല്ല നാട് ഇന്ത്യയാണ്. അതാണ് ഈ ലോകത്ത് ഇതാണ് ഹൈലൈറ്റ്. എനിക്ക് നിങ്ങൾ ആര് പറഞ്ഞാലും ഇന്ത്യയേക്കാൾ നല്ല നാട് ലോകത്ത് ഇന്നില്ല. 100% ഞാൻ യോജിക്കുന്നു. ഏതമേ ഇന്ത്യൻ പ്രസിഡന്റിനെയും മാന്യമായി ജനാധിപത്യ രൂപത്തിൽ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും എതിര് പ്രസംഗിക്കാനും ഒരു രാജ്യത്ത് പറ്റുമെങ്കിൽ അത് ഇന്ത്യ മാത്രം. പാകിസ്ഥാനിൽ പറ്റൂല. പാകിസ്ഥാന്റെ ആളാകേണ്ട ആവശ്യം എനിക്കെന്താ? പാകിസ്ഥാൻ പോലും നശിച്ചൊരു നാടില്ല, അവിടെ സ്വാതന്ത്ര്യമില്ല. ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത്. ഈ ലോകം മുഴുവൻ ഇന്ത്യക്കെതിരായാലും ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ അഭിമാനിക്കാണ്. എന്തുകൊണ്ട്? ഇങ്ങനൊരു നാട് ലോകത്തില്ല. ഇത്ര സ്വാതന്ത്ര്യമുള്ള, വ്യക്തി സ്വാതന്ത്ര്യമുള്ള, എന്തിനും. ഇനി ഒരാൾ 4 ആൾ എതിരായാൽ 96 ആൾ അനുകൂലം. അയാൾ അഭിപ്രായമല്ലേ അയാൾ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് എന്താ നിന്റെ ഉദ്ദേശം? അരി വെക്കാൻ വന്നവൻ അടി എന്റെ അരി മുട്ടിക്കോ ഭഗവാൻ. ഉണ്ടോ? ഇതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. അതായത് ലോകത്ത് മുസ്ലിങ്ങൾക്കൊരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ അത് ഇന്ത്യയാണെന്ന് നമ്മൾ പറയുമ്പോൾ അത് വിശ്വസിക്കാറില്ല. ഇതിന്നിപ്പോൾ ഒരു ഇസ്ലാം മത പണ്ഡിതൻ തന്നെയാണ് ഇരുന്ന് പറയുന്നത്. ഇത് ഞാൻ ഈ ഒരു സാധനം ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു ആളുണ്ട്. അത് പ്രതീഷ് എന്ന് പറയുന്ന ഒരു വോക്ക് യുക്തിവാദിയാണ് കേട്ടോ. ഞാൻ ഇദ്ദേഹത്തെ ജമിയത്തുൽ ഉലമ ജുക്തിവാണം എന്നാണ് ഞാൻ വിളിക്കാറ്. ഈ മുടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി അവസാനമായിട്ട് പറയാനുള്ളത്, ഈ മുടി കണ്ടു കഴിഞ്ഞാൽ ഹാലിളകുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. ഒരാളും ഇളകിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഉസ്താദ് പറഞ്ഞത്. കാരണം എന്താണ്? ഇളകിയാൽ അവരുടെ അടപ്പ് വരും. കാരണം പല ആളുകൾക്കും ഫണ്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഈ മുടി ഇളക്കി ഇവിടെ നടന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടി ഇവിടെ നടക്കില്ല എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടത്. കഷ്ടപ്പെട്ടോക്ക് വെറുതായല്ലോ.
അപ്പോൾ ഏതായാലും ഇസ്ലാമിൻ്റെ തട്ടകങ്ങൾ എന്നുള്ള രീതിയിൽ പറയുന്ന ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ ചെയ്തു കൂട്ടുന്ന ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഇസ്ലാമിൻ്റെ തകർച്ച അതിങ്ങനെയൊക്കെയാണ് മുന്നോട്ട് വരിക. ഇതെല്ലാം നോർമലൈസ് ചെയ്യും. ഇത് ഒരു 5, 10, 20 വർഷം. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഒറിജിനൽ ഇസ്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, നാ ചെയ്തു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. ഇവിടുത്തെ നാട്ടുകാർക്ക് എന്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.